കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ശിവുവും മെഡിറ്റേഷൻ ക്ലാസ്സിൽ അവൻ സാധാരണ കാണാറുള്ള ആ ഒരു സ്വപ്നവും കാണുന്നുണ്ട്. ഒരു വീട് കത്തുകയും ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നതാണ് അവനും കാണുന്നത്. അത് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സാറിനോടും അവൻ പറയുന്നുണ്ട്. ഇത് പ്രിൻസിപ്പളും കേൾക്കുന്നു. അതേസമയം തന്നെ കോമയിൽ കിടക്കുന്ന ആ വ്യക്തിയും ഉണരുന്നു. ശിവു കണ്ട അതേ സ്വപ്നം തന്നെയാണ് അയാളും കാണുന്നത്. അയാളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ബോഡി ഗാർഡും അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇക്കാര്യം ആ ബോഡി ഗാർഡും വാങ് ചിയാങ്ങിന്റെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്. അയാളും ചെയ്യോൻ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് അയാളും പറയുന്നു. ശേഷം സോനിയും അവളുടെ അച്ഛനോട് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ശിവുവിന്റെ ഫാൻ ആയതുകൊണ്ട് ഞാനും കുഞ്ഞിൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവനും പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടിക്കാലം തൊട്ടേ തീ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്റെ ശിവുവിനും അതുപോലെ തന്നെയാണല്ലോ. പ്രിൻസിപ്പൾ അത് കേട്ട് എന്റെ ശിവുവോ, നീ അത് പറയുന്നതെന്ന് നിർത്തിക്കേ. നിന്നെക്കാലം ഒരു വയസ്സ് ഇളയതാണ് അവൻ. അവളും ഞാൻ അനുഭവിക്കുന്നത് പോലത്തെ അതേ പേടി എന്തുകൊണ്ടാണ് അവനും വരുന്നത്? പ്രിൻസിപ്പളും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, പോയിരുന്ന് പഠിക്കാനായി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ അവളും എന്തുകൊണ്ടാ എന്നോട് മാത്രം ദേഷ്യപ്പെടുന്നത്? മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത്. ശരിക്കും ഞാൻ നിങ്ങളുടെ മകള് തന്നെയാണോ അതോ എന്നെ ദത്തെടുത്തതോ എന്ന് പറഞ്ഞ് അവളും പിടങ്ങി പോകുന്നുണ്ട്. പ്രിൻസിപ്പളും അത് കേട്ടൊന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. ശേഷം വാങ് ചിയാനാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ പോലും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ശിവുവും ഇത് കാണുന്നുണ്ട്. ആ സമയം ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. വാങ് ചിയാനും അവളോട് പോയി സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ എക്സാമിൽ ശിവുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരുമോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അതിനവളും ഞങ്ങൾ ഒരിക്കലും തോൽക്കില്ലല്ലോ, ഇവളാണല്ലോ ശിവുവിന് മാർഷൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമാണല്ലോ. അതിനർത്ഥം നിനക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ലേ? അവളും അങ്ങനെയൊന്നുമില്ല വാങ് ചിയാനും. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ. അതെന്താണെന്ന് അവളും ചോദിക്കുമ്പോ ഒരു ഡേറ്റ് ആണെന്ന് അവനും പറയുന്നുണ്ട്. പക്ഷെ അവളത് തമാശയായിട്ടാണ് എടുക്കുന്നത്. അവളോട് സംസാരിച്ചിട്ട് അകത്തേക്ക് വരുന്ന സമയം ശിവുവും അവിടേക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. അത് തടയാനായിട്ട് വാങ് ചിയാനും തലകുത്തി മറിയുന്നുണ്ട്. നീ എന്തോടാ ചെയ്യുന്നത്? ഞാൻ മൊത്തം നനയുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ശിവുവും ക്ഷമ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ഇവരെല്ലാവരും തന്നെ മിഡ്സം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിൻസിപ്പളും വലിയ ആലോചനയിലാണ്. ശിവു പറഞ്ഞ കാര്യം അയാളും കേട്ടിരുന്നല്ലോ, അവൻ ആരാണെന്ന് ശരിക്കും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോമയിൽ കിടന്നിട്ടുണ്ടായിരുന്ന ആളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കൂട്ടുകാരായിരുന്നു. പക്ഷെ അയാൾ ഇപ്പോൾ ജീവനോട് കൂടിയുണ്ടോ എന്നുള്ള കാര്യം പ്രിൻസിപ്പളിന് അറിയില്ല. ശേഷം ആ കോമയിൽ നിന്ന് ഉണർന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് വാങ് ചിയാന്റെ അച്ഛനും വരുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് അയാളെ ചോദിക്കുമ്പോ അച്ഛനും എന്റെ പേര് വാങ്ഹോ എന്നാണ്, മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾ എഴുന്നേൽക്കാനായി പാടില്ല, 18 വർഷം കോമയിൽ കിടന്നതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അയാളും എന്റെ കുട്ടികൾ എവിടെയാണെന്ന് വാങ് ചിയാങ്ങിന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അതിനയാളും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ആലോചിക്കാം. നിങ്ങളുടെ ഓർമ്മകളെല്ലാം തന്നെ കൃത്യമായിട്ട് വന്നിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾക്ക് ആ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടാനായി ശ്രമിക്കണം. ഇവിടെ സ്കൂളില് ടീച്ചേഴ്സും അടുത്ത ദിവസമാണ് കുട്ടികൾക്കുള്ള ടെസ്റ്റ് വരുന്നത്. ആ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. വാങ് ചിയാങ് ആണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ എക്സസൈസ് ചെയ്യുന്നു. ശിവു ആണെങ്കിൽ നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവരും ടെസ്റ്റിന് വേണ്ടി പോവുകയാണ്. ടീച്ചേഴ്സും ഓരോ കുട്ടികളെയായിട്ട് അതിൽ എന്ത് ഫൈറ്റാണ് ഇവര് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ലോവർ റാങ്ക് ഉള്ള കുട്ടി വേണം തീരുമാനിക്കാനായിട്ട്. ടീച്ചേഴ്സ് ആദ്യം വിളിക്കുന്നത് സോനയെയും ജങ്ങിനെയും ആണ്. ജങ്ങും ആ ഒരു ഇവന്റ് പിക്ക് ചെയ്യുന്നു. ഇവർക്ക് കൈകൊണ്ടുള്ള ഫൈറ്റ് ആണ് ജങ്ങും പിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരും ഫൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരും നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നു. കുട്ടികളും പറയുന്നത് സോനയാണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്തത്, അവള് തന്നെയായിരിക്കും വീണ്ടും ഫസ്റ്റ് വരിക എന്ന് തന്നെയാണ്. ശേഷം ടീച്ചേഴ്സും ഒരു ഡിസിഷൻ എടുത്തിട്ട് ഏറ്റവും ലോവർ റാങ്ക് ഉള്ള കുട്ടികളെ അടുത്ത് വിളിക്കാമെന്ന് പറയുന്നു. അവരും ഉദ്ദേശിക്കുന്നത് ശിവുവിനെയും വാങ് ചിയാനെയുമാണ്. ഹീറോനും ശിവുവിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇത് പ്രിൻസിപ്പളും സീനിയർ ടീച്ചറും കാണുന്നുണ്ട്. ശിവു ഒരുപാട് മാറിയിട്ടുണ്ട്, അവനിപ്പോ വന്ന പോലെയൊന്നും അല്ല. വാങ് ചിയാനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശേഷം അവരും ഫൈറ്റ് ചെയ്യുന്നു. അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാ കുട്ടികളും അതിശയിക്കുന്നുണ്ട്. ഇവര് ഇത്രയും ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിന് എത്തിയതെങ്കിലും നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ഫൈറ്റ് കണ്ടിട്ട് കുട്ടികളും പറയുന്നത് വാങ് ചിയാനാണ് ശിവുവിനെക്കാളും നന്നായി ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ്. അവനും ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ഏറ്റവും നമ്പർ 1 സ്റ്റുഡന്റ് അല്ലേ. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ശിവുവും തിരിച്ച് ഫൈറ്റ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ശേഷം അവരും ഫൈറ്റ് മതിയാക്കുന്നുണ്ട്. വാങ് ചിയാങ് ആദ്യം മുതൽക്ക് നന്നായിട്ടാണ് ഫൈറ്റ് ചെയ്തതെങ്കിലും ശിവു അവസാനം വന്നിട്ട് നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളും ടീച്ചേഴ്സും പറയുന്നത് ഈ മാച്ച് ഒരു ടൈ ആണ്, അതില് വിജയിച്ചത് ആരാണെന്ന് പറയാനായി സാധിക്കില്ല. വാങ് ചിയാന് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യമൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ശിവു ആണെങ്കിൽ അവസാനം നന്നായി തന്നെ ഡിഫൻസ് ചെയ്തിട്ടുണ്ട്. ശിവു ആണ് ഈ മത്സരത്തിൽ ജയിക്കാനുള്ളതെന്നാണ് ഞാനും പറയുന്നത്. പക്ഷെ വാങ് ചിയാൻ അതിന് സമ്മതിക്കുന്നില്ല. അതെങ്ങനെ ശരിയാവും, ഞാനും നന്നായിട്ട് ഫൈറ്റ് ചെയ്തതല്ലേ. അതിന് സോനയും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് സാരമില്ല, നമ്മൾ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. വാങ് ചിയാനും ഒരുപാട് വിഷമം വരുന്നുണ്ട്. ശേഷം ഇവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത ദിവസവും ഒരു എക്സാം അവർക്ക് ബാക്കിയുണ്ട്. അതിനെക്കുറിച്ച് ഇവരും ചർച്ച ചെയ്യുന്നുണ്ട്. വാങ് ചിയാനും ശിവുവിനോട് നീ ഇന്ന് അവസാന നിമിഷം കാണിച്ച ആ ഒരു ഫൈറ്റ് ഞാൻ സോനയുടെ അടുത്ത് നിന്നും എന്തായാലും പഠിക്കും, അടുത്ത പ്രാവശ്യം നിനക്ക് ഞാൻ തോറ്റു തരില്ല എന്ന് ശിവുവിനോടും പറയുന്നുണ്ട്. ശിവുവും അത് സമ്മതിച്ചു കൊടുക്കുന്നു. മറ്റു കുട്ടികളും നാളത്തെ എക്സാം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഐഡിയയും ഇല്ലല്ലോ, എന്തായാലും അത് ഈസി ആയിരിക്കാൻ സാധ്യതയില്ല. അതിന് ഹീറോനും അതിനു വേണ്ടിയിട്ട് ഞാനൊരു സ്പൈയെ അയച്ചിട്ടുണ്ടെന്ന് അവളും പറയുന്നുണ്ട്. അപ്പോഴാണ് സോനയും പ്രിൻസിപ്പലിന്റെ അടുത്ത്
വന്ന് സംസാരിക്കുന്നത്. അവളുടെ അച്ഛന് ശരിക്കും അറിയായിരുന്നു ഇവള് സ്പൈ വർക്ക് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രിൻസിപ്പൾ പറയുന്നില്ല. അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഇവിടെ കോമയിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ അടുത്തും വാങ് ചിയാന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ബോഡി ഗാർഡ്സിനോട് അയാൾ എപ്പോഴും നോക്കിക്കോണം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അയാളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാകൂ. ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വാങ് ചിയാനും പിയാനോയുടെ വോയിസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ തുടങ്ങിയല്ലോ. ശിവുവിനെ നോക്കുമ്പോ അവൻ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. വാങ് ചിയാനും ഈ അർദ്ധരാത്രി ആരാ താരാട്ട് പാടുന്നതെന്ന് പറഞ്ഞ് അവനും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. നോക്കുമ്പോ അത് സോനയായിരുന്നു. അവനോളോട് ഇപ്പൊ നീയായിരുന്നല്ലേ എന്നിവിടെ പിയാനോ വായിക്കുന്നത്. ഇതിനവളും എന്തു പറ്റി, വളരെ ഉച്ചത്തിലാണോ ഞാൻ വായിച്ചത്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, എനിക്കെപ്പോഴും ഉറങ്ങുമ്പോ പ്രശ്നമുണ്ട്, പക്ഷേ ഞാൻ ഈ വായിക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോ എനിക്ക് വലിയ ആശ്വാസം തോന്നാറുണ്ട്. അതിനവനും നിന്റെ അമ്മയാണോ കുഞ്ഞിലെ ഇത് വായിക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ അതിനവളും അമ്മയാണോ ഇത് വായിച്ചിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്, നിനക്കിത് ഡിസ്റ്റർബൻസ് ആകുമെങ്കിൽ അടുത്ത ദിവസം ഞാനിത് വായിക്കില്ല കേട്ടോ. അതിനവനും അത് കുഴപ്പമൊന്നുമില്ല, ഇത് വായിക്കുന്നത് കേട്ടിട്ട് ശിവു നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അവളും അതിശയിച്ചിട്ട് എന്റെ ശിവുവോ, അങ്ങനെയാണല്ലേ, അത് കൊള്ളാലോ. ഇവിടെ ശിവുവും എന്തോ ഒരു സ്വപ്നം കാണുന്നുണ്ട്. രണ്ട് കുട്ടികള്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അവരെ ഒരമ്മ താരാട്ട് പാടി ഉറക്കുന്നു. സോനയും അതേ പാട്ട് തന്നെയാണ് കേൾക്കുന്നത്. ശേഷം അടുത്ത ദിവസം കോംപ്രിഹെൻസീവ് എക്സാംസിന്റെ ടൈം ടേബിളും നോട്ടീസും അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ആ സമയം ഹീറോയിനും രാവിലെ എഴുന്നേറ്റ് കോട്ടുവായൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് ശിവു അവളെ കണ്ട് ഇങ്ങനെ കോട്ടുവായിട്ടാ നിന്റെ വായ്ക്ക് കീറിപ്പോവുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ശേഷമാണ് അവരും നോട്ടീസ് ബോർഡ് കാണുന്നത്. പോട്ട് ലക്ക് പാർട്ടി, അതായത് ഇവർക്ക് പാചകം ചെയ്ത് കാണിക്കണം. വാങ് ചിയാനും താൻ വിദേശത്ത് പഠിച്ചപ്പോ ഒരുപാട് ഡിഷസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരോട് വീരവാദം പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇത് എന്ത് തരത്തിലുള്ള പരീക്ഷയാണെന്ന് അവനും ഓർക്കുന്നു. ഇവിടെ സാറുമാരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സാം ആണല്ലോ, അവർ അവരുടെ രീതിയിലുള്ള ഡിഷസ് ഉണ്ടാക്കി വേണം കൂടുതൽ മാർക്ക് വാങ്ങാനായി. അങ്ങനെയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലെയും നമ്മുടെ ഇവിടത്തെയും ഡിഷസിനെ കുറിച്ചും മറ്റു രാജ്യങ്ങളിലെ സംസ്കാരത്തെ കുറിച്ചും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുക്കിംഗ് മാത്രമല്ല, ടേബിൾ മാനേഴ്സ് ഉണ്ടോ എന്നും വൃത്തിയുണ്ടോ എന്നുള്ളതും ഒക്കെ തന്നെ ചെക്ക് ചെയ്യും. ഇവിടെ വാങ് ചിയാനും പാർട്ടിക്ക് ഒരുങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് കുക്കിംഗ് എക്സാമിന് മുന്നേ ഒരു പാർട്ടി ഉണ്ട്, അതിനൊരുങ്ങുന്ന കാര്യമാണ് അവനും പറയുന്നത്. വാങ് ചിയാനും എങ്ങനെ പാചകം ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ശിവനോടും നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോ അവനും എന്തെങ്കിലും രുചികരമായിട്ടുള്ളത് പാചകം ചെയ്യുമെന്ന് വാങ് ചിയാനോടും പറയുന്നുണ്ട്. വാങ് ചിയാനും ഇവിടെ അടുത്തെവിടെയെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവന്റെ അമ്മയും അവന് വേണ്ടി കുറെ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കുക്കിങ്ങിന്റെ എക്സാമിന് വേണ്ടിയിട്ടല്ല, അവന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഹീറോയിനും പാർട്ടിക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റു കുട്ടികളും നമുക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സസ് ഒക്കെ സ്കൂളുകാരെന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് നോക്കാനായി പറയുന്നു. ആ സമയം ഹീറോയിനും ഒരു ഫോൺ കോൾ വരുന്നു. അവളുടെ അമ്മയാണ് വിളിക്കുന്നത്. അവളും വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് വാങ് ചിയാന്റെ അമ്മ കുറെ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അവളും കാണുന്നത്. ഇതെല്ലാം വാങ് ചിയാന് വേണ്ടി അവരുണ്ടാക്കി കൊണ്ടുവച്ചതാണ്, നീ ഇതെല്ലാം അവന് കൊണ്ടുവന്ന് കൊടുക്കാമോ എന്ന് അവരും ചോദിക്കുന്നു. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുട്ടികള് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി പോകുന്നുണ്ട്. സോനയും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി പോകുമ്പോഴാണ് വാങ് ചിയാൻ അത് തടയുന്നു. നിനക്ക് ഒരു ഡ്രസ്സിംഗ് സെൻസും ഇല്ല, നീ ഇന്നലത്തെ എക്സാമിന് വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചതല്ലേ, എനിക്ക് നല്ല ഫാഷൻ സെൻസ് ഉണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോ അവള് സമ്മതിക്കുന്നു. ഇവിടെ ഹീറോയിനും വാങ് ചിയാന്റെ അമ്മ കൊടുത്തയച്ച ഫുഡുമായി തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നുണ്ട്. അവളും റൂമിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഡ്രസ്സ് ആരോ കൊണ്ടുവച്ചിരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. അതിൽ അവളുടെ പേരും എഴുതിയിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ആരോ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവച്ചതാണ്. ശേഷം ഇവിടെ കോമയിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ അടുത്ത് ബോഡി ഗാർഡ്സും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അയാൾ തന്റെ ഭാര്യയും കുട്ടികളും എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ഗാർഡും അന്നത്തെ ദിവസം നിങ്ങളുടെ വീടിന് തീ പിടിച്ചില്ലേ, നിങ്ങളുടെ ഭാര്യ അവിടെ വെച്ച് തന്നെ മരിച്ചു, അവരുടെ ബോഡിയും കണ്ടെത്തി, പക്ഷേ കുട്ടികളുടെ ബോഡി ഒന്നും തന്നെ ആ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാളും തനിക്ക് തന്റെ കുട്ടികളെ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് പോകാനായി നിൽക്കുമ്പോ ബോഡി ഗാർഡും തടയുന്നു. ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കണ്ടുപിടിച്ചു തരാം, ആദ്യം നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. അയാളും തന്റെ കുട്ടികളെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ശേഷം പാർട്ടിയും തുടങ്ങുകയാണ്. ഓരോ കുട്ടികളായി അവര് സെലക്ട് ചെയ്ത ഡ്രസ്സും ഇട്ട് റാമ്പ് വാക്ക് നടത്തുന്നു. അതൊക്കെ ടീച്ചേഴ്സും വീഡിയോ എടുക്കുകയും അവരെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നു. വാങ് ചിയാനും സോനയും ഒരുമിച്ചാണ് വരുന്നത്. അവൾക്കും എങ്ങനെയാണ് റാമ്പ് വാക്ക് ചെയ്യേണ്ടതെന്ന് വാങ് ചിയാനും പഠിപ്പിച്ചു കൊടുക്കുന്നു. ശേഷം ഹീറോയിനാണ് അവിടേക്ക് വരുന്നത്. അവളും റാമ്പ് വാക്ക് ചെയ്ത് അവിടേക്ക് നടന്നു വരുന്നു. വാങ് ചിയാൻ അവളോട് ഇത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നീ എങ്ങനെ സെലക്ട് ചെയ്തത്, നിനക്ക് നല്ല ഫാഷൻ സെൻസ് ഉണ്ടല്ലോ. അത് കേട്ടവളും നീയല്ലേ ഈ ഡ്രസ്സ് കൊണ്ടുവച്ചത് അല്ലെന്ന് അവനും. അപ്പോഴാണ് അതാരായിരിക്കുമെന്ന് അവളും ഓർക്കുന്നത്. അത് ശരിക്കും ശിവു ആയിരുന്നു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് എന്ന് അവൾക്കും മനസ്സിലാകുന്നുണ്ട്. അവളുടെ എക്സ്പ്രഷനിൽ നിന്നും വാങ് ചിയാനും അക്കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു. അവർക്ക് തമ്മിൽ ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് വാങ് ചിയാനും മനസ്സിലാകുന്നുണ്ട്. ശേഷം ഇവരും പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടീച്ചേഴ്സും വന്ന് പരിശോധിക്കുന്നുണ്ട്. വാങ് ചിയാന്റെ അടുത്ത് വന്ന് ടീച്ചേഴ്സും ഡിഷസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് വളരെ സ്വാദിഷ്ടമായിരുന്നു, നീ തന്നെയാണ് ഇതുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോ അവനും തലയാട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞ അവന്റെ അമ്മ കൊടുത്തയച്ച ആ ഫുഡ് തന്നെയാണ് അവൻ അവിടെ വെച്ചിരിക്കുന്നത്. ടീച്ചേഴ്സും എന്ത് ഫ്ലേവേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവനും ഒന്ന് പരുങ്ങുന്നുണ്ട്. അവനും എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ടീച്ചേഴ്സിന്
ടീച്ചേഴ്സിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇവനല്ല ആ ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയത്, നീയല്ലേ ഈ ഡിഷസ് ഉണ്ടാക്കിയതെന്ന് ടീച്ചേഴ്സും ചോദിച്ചിട്ട് അവന്റെ ഒരു പോയിന്റ് മൈനസ് ചെയ്യുന്നു. അവന് ഓർക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ പാചകം വളരെ നല്ലതാണ്, ഇത്രയും ഫ്ലേവേഴ്സ് ഒക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ടോ, എനിക്കത് അറിയില്ലായിരുന്നല്ലോ. ശേഷം ഹീറോയിൻ ഉണ്ടാക്കി വെച്ച ഡിഷസ് ആണ് ടീച്ചേഴ്സും ടേസ്റ്റ് ചെയ്യുന്നത്. മഗ്വേർട്ട് എന്ന ആ ഒരു പ്ലാന്റ് വെച്ചിട്ടാണ് അവള് ഡിഷസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 100% ഹാൻഡ് മെയ്ഡ് ആണ്, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല എനർജി അത് പ്രദാനം ചെയ്യും. അത് കേട്ട് പ്രിൻസിപ്പളും, ഞാൻ കേട്ടിട്ടുണ്ട് മഗ്വേർട്ട് കേൾവിക്ക് നല്ലതാണെന്ന്. അവളും ശിവുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് അവളും പറയുന്നു. ടീച്ചേഴ്സ് എല്ലാം അവളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിൻസിപ്പളും, നമുക്കിനി ടെസ്റ്റ് അവസാനിപ്പിച്ചാലോ, പാർട്ടി നടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു DJ പാർട്ടി നടക്കുന്നു. അവരും മ്യൂസിക് ഒക്കെ ഇട്ട് ആ പാർട്ടിയും എൻജോയ് ചെയ്യുന്നു. ഇവിടെ ടീച്ചേഴ്സും കുട്ടികൾക്ക് മാർക്ക് ഇടുന്നുണ്ട്. സോനയ്ക്കും ജങ്ങിനും ഒരേ മാർക്കാണ് വന്നിരിക്കുന്നത്. അവര് ഹീറോയിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അവൾക്ക് കുക്കിങ്ങിന് ഹൈ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ശിവുവിനും വാങ്ചാനും ഒരേ മാർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാർട്ടി നടക്കുമ്പോ എല്ലാവർക്കും ഷാമ്പയിൻ ഒക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം പ്രിൻസിപ്പളും നോക്കി കാണുന്നുണ്ട്. ഇവർക്ക് എന്തോ ഒരു പ്ലാൻ ഉള്ളതായി കാണിക്കുന്നു. കാരണം അവരുടെ ടെസ്റ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സും ചോദിക്കുന്നുണ്ട്, ശിവുവും വാങ്ചാനും ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഈ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് അവർക്കൊട്ടും തന്നെ പരിചയമില്ലല്ലോ. അതിന് പ്രിൻസിപ്പളും, അവർക്ക് 2 മെന്റേഴ്സിനെ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രശ്നമില്ല. ഇവിടെ കുട്ടികളും ഷാമ്പയിനൊക്കെ കുടിച്ച് ബോധമൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരായി മയങ്ങി വീഴുന്നു. ശേഷം ശിവുവും ഉണർന്നു നോക്കുമ്പോ അവർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ലായിരുന്നു അവൻ എഴുന്നേറ്റപ്പോ ഉണ്ടായിരുന്നത്. ആ ഒരു ബെൽ ടവറിന്റെ അവിടെയുള്ള ഇവരുടെ വെൽക്കം പാർട്ടി നടന്ന സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ആ വാതിലാണെങ്കിൽ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. മറ്റു കുട്ടികളും ഓരോരുത്തരായി മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അവിടെ കുറെ പുകയൊക്കെ വരുന്നുണ്ട്. ഇവർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് ശിവുവിന് വല്ലാതെ ചെവി വേദന എടുക്കുന്നതായി അവന് തോന്നുന്നു. അത് മാത്രമല്ല സോനയ്ക്കും എന്തോ പേടിയുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.